ഹായ് ഹലോ എല്ലാവർക്കും റോഡ് പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1997 ഹോണ്ട തങ്ങളുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സിവിക്കിൻ്റെ ടൈപ്പ് ആർ എന്നൊരു മോഡൽ അവതരിപ്പിച്ചത്. ഈ ഒരു മോഡൽ ഇന്ത്യയിൽ അവൈലബിൾ അല്ലായിരുന്നു. നിലവിലുണ്ടായിരുന്ന സിവിക്കിനെ കമ്പയർ ചെയ്ത് പെർഫോമൻസ് വൈസും അതുപോലെ തന്നെ ലുക്ക് വൈസും കുറച്ചധികം മാറ്റങ്ങളുമായിട്ടായിരുന്നു ഈ ഒരു മോഡൽ വന്നത്. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് 2019 മോഡൽ സിവിക്കിനെ ടൈപ്പ് ആറിൻ്റെ ബോഡി കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തൊരു വാഹനത്തെക്കുറിച്ചാണ്. കേരളത്തിലെ ഒരേ ഒരു ടൈപ്പ് ആറിലേക്ക് കൺവേർട്ട് ചെയ്ത സിവിക്കാണെന്ന് നമ്മുടെ കൂടെ ഉള്ളത്. 4 ലക്ഷം രൂപയുടെ ടൈപ്പ് ആർ കൺവേർഷനാണ് ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് ഓണറിനെ ഇൻവൈറ്റ് ചെയ്യാം. ഹായ് ബ്രോ. ഹലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണം. എൻ്റെ പേര് പ്രിൻസ് എന്നാണ്. എൻ്റെ സ്ഥലം പത്തനംതിട്ട റാന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ ബ്രോ, ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ സിവിക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം? സിവിക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു ആക്ച്വലി എനിക്ക് ഹോണ്ടയോട് അത്യാവശ്യം ക്രൈസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹോണ്ടയുടെ തന്നെയായിരുന്നു നേരത്തെ ഉള്ള വണ്ടി, WRV എന്ന മോഡലായിരുന്നു. അത് ഡീസൽ വേരിയൻ്റ് ആയിരുന്നു. പക്ഷേ അത് ഞാൻ ഇതുമായിട്ട് എക്സ്ചേഞ്ച് പിടിച്ചതാണ്. ഓക്കെ, അപ്പം ഞാൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് നാൾ തപ്പിയിട്ടാണ് എനിക്ക് ഈ വണ്ടി കിട്ടുന്നത് തന്നെ. എബൌട്ട് ഒരു 6 months ഞാൻ സെർച്ച് ചെയ്തിട്ടാണ് എനിക്ക് ഈ വണ്ടി കിട്ടുന്നത്. ഞാനത് മലപ്പുറത്തു നിന്നാണ് എടുക്കുന്നത്. എസ് ഗറാജ് എന്ന് പറഞ്ഞൊരു ഒരു സെക്കൻഡ് സെയിൽസ് നടത്തുന്ന ആളുടെ നിന്നാണ് എടുക്കുന്ന വണ്ടി. സബീൽ എന്നൊക്കെ പറഞ്ഞ ആളുടെ നിന്നാണ് എടുക്കുന്നത്. സോ അവരോട് കോൺടാക്ട് ചെയ്തപ്പം അവർ പറഞ്ഞു വണ്ടി റെഡിയാണ്. വണ്ടി അത്യാവശ്യം ഓടിയിട്ടൊന്നുമില്ല, ഒരു 40,000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുള്ളൂ. പക്ഷേ സെക്കൻഡ് ഓണറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല. വണ്ടിയുടെ ഹിസ്റ്ററി എല്ലാം നോക്കിയപ്പോൾ വണ്ടി പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എനിക്ക് ഹോണ്ടയിൽ ഓൾറെഡി പരിചയമുള്ളതുകൊണ്ട് ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പക്ക ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നും അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാതെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഫോക്കസ്ഡ് ആയിട്ട് ഇത് തന്നെ എടുക്കാൻ വേണ്ടിയുള്ള കാരണം മെയിനായിട്ട്. അപ്പോൾ ഈ വണ്ടി നിലവിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ നിർത്തിയല്ലോ. അതെ. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും? മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ് അത്യാവശ്യം ഹൈ ആയിരുന്നു ഇറക്കിയ സമയത്ത് തന്നെ. കാരണം ഇതിപ്പം ഫുൾ ഓപ്ഷൻ വണ്ടി ചെയ്ത് ഈ വണ്ടി പെട്രോൾ വേരിയൻ്റ് ഉണ്ട്, ഡീസൽ വേരിയൻ്റ് ഉണ്ട്. അപ്പം പെട്രോൾ വേരിയൻ്റ് ആണെപ്പോഴും ടോപ്പ് വേരിയൻറ്റിന് വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി അബൌട്ട് 29 lakhs ആ ഒരു റേഞ്ചാണ് വരുന്നത്. സോ ആ പ്രൈസിന് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ BMW, ബെൻസ് അങ്ങനെയുള്ള ലക്ഷറി ബ്രാൻഡുകളിലേക്ക് വേണം നോക്കിക്കഴിഞ്ഞാൽ ആ വണ്ടികൾ കിട്ടും. അതിൻ്റെയാണ് മെയിനായിട്ടൊരു പ്രോബ്ലം വന്നത്. ഈ വണ്ടി എന്ന് വെച്ചാൽ അധികം ആരും എടുക്കാതെ പോയത്. വണ്ടി അറിയാവുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വണ്ടി എടുക്കും. കാരണം അതിൻ്റെ എൻജിൻ വൈസ് ആണെങ്കിലും സ്പെക്ക് വൈസ് ആണെങ്കിലും ഓൾറെഡി ഇപ്പം ഹോണ്ട എന്ന ബ്രാൻഡ് മാക്സിമം കിടന്ന് ഓടിക്കോളും. അതിന് മെയിൻ്റനൻസ് കോസ്റ്റോ അങ്ങനത്തെ പ്രശ്നം അങ്ങനെ ഒരുപാട് വരുന്നില്ല. സോ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഹോണ്ട അറിയാവുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും വണ്ടി എടുക്കും. പക്ഷേ ഈ ലക്ഷറി ആൾക്കാർ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു അത്യാവശ്യം പോഷ് ഏരിയയിലോട്ടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു വ്യക്തിയിലേക്ക് നോക്കി കഴിയുമ്പം അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു BMW, ബെൻസ് അങ്ങനെയുള്ള അല്ലെങ്കിൽ ആ ഒരു വേരിയൻറ്റിലേക്ക് അവർ നോക്കത്തുള്ളൂ. കാരണം ഈ ഒരു പ്രൈസിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ആ വണ്ടികൾ അവൈലബിൾ ആണ് ഓൾറെഡി നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെയാണെങ്കിലും നമുക്ക് ഡൽഹി ബേസ്ഡൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വണ്ടികൾ കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് എമൗണ്ട് പ്രൈസിങ് ഇത്തിരി കൂടിപ്പോയി എന്നുള്ളതാണ് മെയിൻ വന്ന പ്രശ്നങ്ങൾ. ബാക്കി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം വണ്ടി പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എനിക്ക് ഇതുവരെ യൂസ് ചെയ്തതിൽ ഞാൻ പക്ക സാറ്റിസ്ഫൈഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസും സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് അധികം വരുന്നില്ല. സർവീസ് കോസ്റ്റൊക്കെ ഏകദേശം ഒരു 10,000 ബിലോയെ നിൽക്കുന്നുള്ളൂ. കാരണം നമുക്ക് ഇപ്പം ഇത്രയും ലക്ഷറി സെഗ്മെൻറ്റ് തന്നെയാണ് വണ്ടി. എന്നാൽ പോലും നമുക്ക് മേജർ സർവീസുകൾ വരുമ്പം അപ്രോക്സിമേറ്റ്ലി ഒരു 10,000 ബിലോയെ നിൽക്കുന്നുള്ളൂ. കാരണം പെട്രോൾ വേരിയൻ്റ് ആയതുകൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല. ഡീസൽ വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ ഒരു 10,000 റേഞ്ച് മുകളിൽ പോകാൻ മീൻസ് മെയിൻ സർവീസ് മേജർ സർവീസുകൾക്ക് ലൈക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ 60,000, 1 lakh ആ ഒരു റേഞ്ച് മേജർ സർവീസുകളുണ്ടല്ലോ, അതിനേക്ക് ആ ഒരു റേഞ്ച് ആവുന്നുള്ളൂ. അല്ലെങ്കിൽ നോർമൽ സർവീസ് കോസ്റ്റ് എങ്ങനെ വന്നാലും ഒരു 8,000 ബിലോ എങ്ങനെയാണല്ലോ നിൽക്കത്തുള്ളൂ. അതിന് മുകളിൽ പോകത്തില്ല. കാരണം എൻജിൻ വൈസ് ആണെങ്കിൽ ഇപ്പം 1.8 ആണ് എഞ്ചിന്. അപ്പം നമുക്ക് 2 ലിറ്ററൊക്കെ വന്നാൽ അതിന് മുകളിൽ പോയാൽ മാത്രമേ ലൈക്ക് നമുക്ക് അതുപോലെ സർവീസ് കോസ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും വിഷയം വരുന്നില്ല. മൊത്തത്തിൽ വണ്ടി കംഫർട്ട് എങ്ങനെയുണ്ട് ഓടിക്കാനാണെങ്കിലും? വണ്ടി നല്ല കംഫർട്ടാണ്. ഞാനിപ്പോൾ ഉപയോഗിച്ചത് ഇപ്പോൾ ഞാനിത് സെക്കൻഡ് വണ്ടി എടുക്കുന്നതാണ്. അപ്പം ഏപ്രിലാണ് വണ്ടി എടുക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പക്ക സാറ്റിസ്ഫൈഡ് ആണ്. കംഫർട്ടിൻ്റെ കാര്യത്തിലെല്ലാം നല്ല ഇതാണ്. നമുക്കിപ്പം അത്യാവശ്യം നല്ല സ്പീഡ് കയറണമെന്ന് വെച്ചാൽ അതിനാണെങ്കിലും പറ്റും. എന്ന് വെച്ചാൽ സഡൻ പിക്കപ്പാണ്. നമ്മുടെ ഒരു ടർബോ ചാർജ്ഡിൻ്റെ ആ ഒരു ലെവലിലേക്ക് പോകുന്നില്ല. എന്നാൽ പോലും നമുക്കിപ്പോൾ ഡീസൽ ടർബോ ഉപയോഗിക്കുന്ന പോലെ തന്നെ ആ ഒരു നമുക്ക് പിക്കപ്പും അതെല്ലാം ആ ഒരു പവർ ഡെലിവറി എന്തായാലും കിട്ടുന്നുണ്ട് നമുക്ക്. ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ 1.8 ലിറ്റർ സാധാ പെട്രോൾ CVT ട്രാൻസ്മിഷനുള്ള പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഹോണ്ടയുടെ ഇത് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ 139 bhp പവറും പിന്നെ അതുപോലെ 174 Nm ടോർക്കുമാണ് ഇപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ വേറെ ട്യൂണിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് പറഞ്ഞാൽ ഉള്ളി ലീഗൽ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിലൊരു ഇത് വെച്ചിട്ട് വണ്ടിയുടെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ പ്രശ്നങ്ങൾ വരുന്നത്.
അപ്പം നമ്മൾ അങ്ങനെ ഒരു സെഗ്മെൻറ്റിലേക്ക് ഞാൻ ചിന്തിക്കാതെ ഞാനത് ലീഗലി ഉള്ള മോഡിഫിക്കേഷൻസോ അല്ലെങ്കിൽ കസ്റ്റമൈസേഷനോ ആ ഒരു ഇതിലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പം അതിനായിട്ട് ഞാൻ ഇപ്പം നമ്മുടെ ടൈപ്പ് ആറിൻ്റെ തന്നെ ഒറിജിനൽ കിറ്റ്സാണ് ഓർഡർ ചെയ്ത് നമുക്കിപ്പോൾ വണ്ടി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. കാരണം ഹോണ്ട തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കിറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു വിഷയം വരുന്നില്ല. അപ്പോൾ ഹോണ്ടയിൽ ഇപ്പോൾ കസ്റ്റമൈസബിൾ കിറ്റ്സ് ആണെങ്കിൽ നമുക്ക് അത് ഇല്ലീഗലാണ് ശരിക്കും. ഇത് ലീഗലിയാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് മെറിറ്റും ഡീമെറിറ്റും ബ്രോയ്ക്ക് തോന്നിയ എന്തൊക്കെയാണ്? മെറിറ്റ്സ് ഒരുപാടുണ്ട്. ഡീമെറിറ്റായിട്ട് തോന്നിയിരിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, എൻ്റെ പ്രൊഫഷൻ വൈസ് ഫോട്ടോഗ്രാഫറാണ്. അപ്പം നമ്മുടെ തന്നെ ലഗേജസ് ബാക്കിലോ ട്രങ്കിലെല്ലാം കയറുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് കൂടുതലാണ്. അപ്പം ഞാനിതിൻ്റെ അകത്ത് സസ്പെൻഷനോ കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. കാരണം അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കസ്റ്റമൈസ് ചെയ്ത് സസ്പെൻഷൻ ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് കംഫർട്ട് കിട്ടത്തില്ല. പക്ഷേ സ്റ്റോക്ക് സസ്പെൻഷനിൽ ആക്ച്വലി നമുക്ക് പക്ക സാറ്റിസ്ഫൈഡ് ആണ് അക്കാര്യത്തിൽ. സ്മൂത്താണ്, പക്ക ഇതാണ്. നമുക്ക് ആ ഒരു പ്രശ്നത്തിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കംഫർട്ട് നോക്കി തന്നെയാണ്. പക്ഷേ ആ കംഫർട്ട് നോക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് വരുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. ബാക്കിൽ ലോഡ് കയറി കഴിയുമ്പോൾ, അതുപോലെ ബാക്കിൽ സീറ്റിൽ ആൾ കയറി കഴിയുമ്പം, ഈവൻ ഇൻ സ്റ്റോക്ക് വൈസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് കണ്ടീഷനിലാണെങ്കിൽ പോലും നമുക്ക് വണ്ടി ഇരുത്തും, നല്ല രീതിയിൽ താഴും. ഓക്കെ, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. വണ്ടിക്ക് എത്ര കിട്ടുന്നുണ്ട്? ആസ് ഓഫ് നൗ എനിക്കിപ്പം ഇപ്പോഴത്തെ നമ്മുടെ ഈ ഏരിയയിലെ ടെറൈൻസിൻ്റെ ആ ഒരു ബേസിൽ നമുക്ക് അബൌട്ട് ഒരു 11-12 ആ ഒരു റേഞ്ച് മൈലേജ് കിട്ടുന്നുണ്ട്. അപ്രോക്സിമേറ്റ്ലി 11 ആണ്, അതൊരു ഓൾമോസ്റ്റ് കൂട്ടിയാൽ മതി. നമുക്കിപ്പോൾ ഹൈവേസിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കൊരു 14-15 ആ ഒരു റേഞ്ച് എന്തായാലും കിട്ടുന്നുണ്ട്. നമുക്ക് കമ്പനി ഓൾറെഡി പറയുന്നത് 16 കിലോമീറ്റർ മൈലേജാണ് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ ബോഡി കിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതെ. അപ്പോൾ നിലവിൽ നമ്മുടെ MVD സൈഡിൽ നിന്നൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ? MVD ഇപ്പോഴത്തെ ഇത് വെച്ചിട്ടാണ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്യൂ ഉണ്ടാക്കാം. പക്ഷേ നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് പറഞ്ഞാൽ ഇത് ലീഗൽ ട്രാൻസ്ഫോർമേഷനാണ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ കിറ്റ്സ് ഒറിജിനൽ ഹോണ്ടയുടെ പാർട്സ് തന്നെയാണ്. ഇങ്ങനെ വണ്ടി ഓൾറെഡി ഇറക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ അത് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനെ ഒരു വണ്ടി ഇറക്കുന്നുണ്ടെങ്കിൽ ഇപ്പം അവർ തന്നെ പറയുന്നുണ്ട്, കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്ന കമ്പനിയുടെ ഒറിജിനൽ പാർട്സ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് സ്യൂട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ ഓക്കെ. ഇപ്പം കസ്റ്റമൈസ്ഡ് കിറ്റ്സ് ആണെങ്കിൽ നമുക്കത് ലീഗലാണ്. പക്ഷേ ഇത് ആക്ച്വലി ചെയ്തേക്കുന്നത് കമ്പനിയുടെ ഹോണ്ടയുടെ തന്നെ ഒറിജിനൽ കിറ്റാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതൊക്കെ ഇമ്പോർട്ടിംഗ് ചെയ്തേക്കുന്നത്. പക്ഷേ ഹോണ്ട തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കിറ്റ്സ് അല്ലേ അതെല്ലാം. അതിങ്ങനൊരു വണ്ടി അവർ ഇറക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാണാം. അതിൻ്റെ ഇപ്പം ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കംപ്ലീറ്റ് അവർ നോക്കി അതിൻ്റേതായിട്ടുള്ള ഇപ്പം എയറോഡൈനാമിക് ആണോ ആ ഒരു ഇതെല്ലാം നോക്കിയിട്ടല്ല, ആ ഒരു കേസസ് എല്ലാം നോക്കിയിട്ടാണല്ലോ ഹോണ്ട ഇങ്ങനെ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ബേസിൽ ശരിക്കും പറഞ്ഞാൽ മോട്ടോർ വെഹിക്കിളിന് അല്ലെങ്കിൽ വേറൊരു ഇപ്പോൾ പോലീസുകാർക്കാണെങ്കിലും അവർക്ക് പിടിക്കാൻ അധികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇല്ല. കാരണം ഓൾറെഡി ലീഗൽ മോഡിഫിക്കേഷൻ ആണ്, ഹോണ്ടയുടെ ഒറിജിനൽ കിറ്റ്സ് ആണ് കയറിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിലും ഇഷ്ടംപോലെ BMW, ബെൻസ്, അതുപോലെ ലാൻഡ് ക്രൂസർ ഇഷ്ടംപോലെ വണ്ടികൾ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പം LC200 LC300 ആക്കുന്നു, അല്ലെങ്കിൽ LC100 LC300ലേക്ക് ഇപ്പോൾ പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പോൾ BMW F10 F30ലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലുള്ള കാര്യം ഞാനും ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ സിവിക്കിൻ്റെ ഇപ്പം ഓൾറെഡി ഇത് ടോപ്പ് വേരിയൻ്റ് വണ്ടിയാണ് നമ്മുടെ നാട്ടിലിറങ്ങുന്നതിൽ. അതിൻ്റെ ഒരു വേരിയൻ്റ് കൂടെ മുകളിൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഉണ്ട് ലോകത്ത്. ആ ഒരു വേരിയൻറ്റിലേക്ക് ഞാൻ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ ഇത്. അല്ലാതെ ഞാൻ ഈ മോഡിഫിക്കേഷൻ എന്നുള്ള കാര്യമല്ല ശരിക്കും ചെയ്തേക്കുന്നത്. ഒറിജിനൽ കിറ്റ്സ് കയറുമ്പോൾ അത് മോഡിഫിക്കേഷൻ അല്ല. അത് നമ്മൾ ഫ്രണ്ടിൽ ആക്ച്വലി ഗ്രില്ല് ഹോണ്ടയുടെ തന്നെ ഒറിജിനൽ ലോഗോ, അതുപോലെ നമ്മുടെ ബമ്പർ, ഇതാണ് മെയിനായിട്ട് ചേഞ്ച് ചെയ്തേക്കുന്നത്. അതെ, ഇത് ഫുള്ള് കിറ്റ് തന്നെ വരുന്നത്. അതുപോലെ ടൈപ്പ് ആറിൻ്റെ ലോഗോ ഉൾപ്പെടെയാണെങ്കിലും നമുക്ക് കിറ്റ് തന്നെ വരുന്നതാണത്. അത് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് ചെയ്തൊന്നുമല്ല. കാരണം അത് ആ ഒരു കിറ്റിൻ്റെ അകത്ത് കംപ്ലീറ്റ് നമുക്കൊരു ഫുൾ കിറ്റായിട്ട് നമുക്കൊരു ബണ്ടിൽ ഓർഡർ ചെയ്യുമ്പോൾ ആ ഒരു കിറ്റിൻ്റെ അകത്ത് കംപ്ലീറ്റ് വരുന്നതാണ് ഇതെല്ലാം. ഇപ്പോൾ സൈഡിൽ എന്തൊക്കെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്? നമ്മൾ സൈഡിൽ മാറ്റം വരുത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈപ്പ് ആറിന് തന്നെ ഫെൻഡേഴ്സ് വരുന്നുണ്ട്. ദെൻ നമ്മുടെ അലോയ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ആഫ്റ്റർ റണ്ണിംഗ് ബോർഡ് നമ്മൾ ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. റണ്ണിംഗ് ബോർഡ് വരുന്ന ആ കിറ്റിൻ്റെ കൂടെ തന്നെ വരുന്നത്, ടൈപ്പ് ആറിൻ്റെ ഒറിജിനൽ കിറ്റ് തന്നെ വരുന്ന റണ്ണിംഗ് ബോർഡാണ്. നമുക്ക് അതിൻ്റെ അത് വലിയ വേരിയേഷൻ വരുന്നില്ല. ശകലം ഒരു ഇതാണ് വൈഡായെന്നേ ഉള്ളൂ, അല്ലാതെ ഒരുപാട് വേരിയേഷൻ വരുന്നില്ല. നമുക്ക് പിന്നുള്ള അലോയ്സ് ആണ് വരുന്നത്. അലോയ്സ് നമ്മുടെ റേസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു റെപ്ലിക്ക മോഡലാണ്. നമ്മുടെ ഇന്ത്യയിൽ എന്തായാലും നമുക്ക് വെളിയിൽ നിന്നുള്ള അലോയ്സ് ഇങ്ങോട്ട് ഇമ്പോർട്ടിംഗ് ഒക്കെ നല്ല റെസ്ട്രിക്ഷൻസും അതുപോലെ ടാക്സിൻ്റെ ഡ്യൂട്ടി അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ റേസ് അലോയ്സ് അവൈലബിൾ അല്ല. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ യൂസ് ചെയ്യുന്ന പല അലോയ്സും റെപ്ലിക്കാസാണ് എല്ലാത്തിൻ്റെയും. അപ്പോൾ അങ്ങനൊരു ഇതാണ്, റെപ്ലിക്കാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത്. റേസിൻ്റെ തന്നെ അതേ സെയിം തന്നെ ഫോർജ്ഡ് സ്റ്റാഗേർഡ് 18 ഇഞ്ച് അലോയ്സാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അത് ബാക്കിൽ 10.5G ഫ്രണ്ട് 9.5G ആണ് വരുന്നത്. അതിൻ്റെ അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വരുമ്പം നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ കേരള ഇതിൻ്റെ ഇത് പറയുന്നതനുസരിച്ച് നമുക്ക് വീൽ ഒരിക്കലും ബോഡിയുടെ പുറത്തോട്ട് തള്ളരുത് എന്നുള്ളൊരിതുണ്ടല്ലോ. ഇതൊരിക്കലും അങ്ങനെ തള്ളിയിട്ടില്ല, മനസ്സിലായോ? ബോഡി ലെവൽ തന്നെ അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് കമ്പനി എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ നമ്മൾ ലെവൽ കീപ്പ് ചെയ്ത് പക്ക സ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അല്ലാതെ വേറെ എക്സ്ട്രാ കസ്റ്റമൈസേഷൻ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ വണ്ടി എങ്ങനെയാണോ വന്നത് അതേ സ്റ്റോക്ക് കണ്ടീഷനിൽ നമ്മൾ അലോയ്സ് കയറ്റി ഇട്ടു. ആ അലോയ്സ് അതേ ഫെൻഡറിനും അതേ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ബാക്കിലത്തെ ആണെങ്കിലും 10.5G 9.5G ഏതും ആയിക്കോട്ടെ. പക്ഷേ
കറക്റ്റ് ബോഡി പ്രൊഫൈലിനോട് കീപ്പ് ചെയ്താണ് നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് എക്സ്ട്രാ അതൊരു നിയമവിരുദ്ധമാണെന്നുള്ള രീതിയിൽ നമുക്ക് ശരിക്കും അതിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ലത്. ബാക്ക് സൈഡിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? നമുക്ക് ബാക്ക് സൈഡ് മെയിനായിട്ട് ചെയ്തേക്കുന്നത് പറഞ്ഞാൽ സ്പോയിലറാണ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. സ്പോയിലർ പോലെ തന്നെ അതുപോലെ നമ്മുടെ ബമ്പേഴ്സ് കാണുന്ന പോലെ തന്നെ കിറ്റിൻ്റെ കൂടെ വരുന്നതാണത്. അത് ഹോണ്ടയുടെ തന്നെ ഒറിജിനൽ പാർട്സ് തന്നെ അതും വരുന്നത്, കിറ്റ് വരുന്നത്. പിന്നെ അതുപോലെ ഇത് ആക്ച്വലി ഒരു ഡമ്മിയാണിത്. ഓക്കെ, അത് സ്പെഷ്യലായിട്ട് നമ്മൾ അത് കിറ്റിനോട് തന്നെ വരുന്നതാണത്, അല്ല സ്പെഷ്യലായിട്ട് വേറെ ചെയ്തേക്കുന്നില്ല. ഇതിൻ്റെ സൈലൻസേഴ്സ് എക്സോസ്റ്റും എല്ലാം പക്കാ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. നോ ലീഗൽ ഇഷ്യൂസ് അതിൻ്റെ പേരിൽ. കാരണം നമ്മൾ ഓവർ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്കാ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ സ്പോയിലേഴ്സ് ചെയ്തേക്കുന്നത് ടൈപ്പ് ആറിൻ്റെ സ്പോയിലർ ശരിക്കും ഉണ്ട്. വിങ് സ്പോയിലർ എന്ന് പറഞ്ഞ ഇതുണ്ട്, ടൈപ്പ് ആറിൻ്റെ സ്പോയിലറുണ്ട്. പക്ഷേ അത് ആക്ച്വലി ഇച്ചിരി ഹെവിയാണത്, എന്ന് വെച്ചാൽ വെയിറ്റ് കൂടുതലാണ്. അത് ലീഗലി പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ നമ്മുടെ ട്രങ്കിന് ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ, അതിൻ്റെ ഹിഞ്ചസിന് ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. കാരണം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ ട്രങ്ക് തുറക്കേണ്ട ആവശ്യമുണ്ട് നമ്മുടെ ലഗേജ് എടുക്കാൻ വേണ്ടി വർക്കിന് പോകുന്ന സമയങ്ങളിൽ. അപ്പം ഓപ്പണിങ്ങും ക്ലോസിങ്ങിൻ്റെ സമയത്ത് ആ ഹിഞ്ചസിന് ആ വെയിറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു സ്പോയിലർ വേറെ വാങ്ങിച്ച് വെച്ചേക്കുന്നത്. ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താ ഈ ഒരു വാഹനത്തിൽ? ഈ വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിലെ ക്ലൈമറ്റും ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിയിലെ ഏറ്റവും നല്ലൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കിത് റിമോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ വണ്ടിയിൽ ജസ്റ്റ് കാണിച്ചു തരാം ഞാൻ. ഇപ്പം നമുക്ക് ലോക്ക് നോക്കിയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവും. ഇത് കേട്ടോ. അപ്പോൾ ആ കണ്ടീഷനിൽ നമുക്ക് ആക്ച്വലി ഇതിപ്പോൾ റിമോട്ട് തന്നെ ഓഫ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി 10 മിനിറ്റ്സിൽ ഓട്ടോ ഓഫ് ഉണ്ട് ഇതിന്. ഇപ്പം നമുക്ക് അതിൻ്റെ അത് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യത്തില്ല. AC പക്കായിട്ട് വർക്കാണ്, ക്ലൈമറ്റ് കൺട്രോൾ നല്ല രീതിയിൽ വർക്കാണ്. അപ്പം നമുക്കത് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത്. അപ്പം നമ്മുടെ ചൂടനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അത് കൺട്രോൾ ആയിക്കോളും. ഇപ്പം നല്ല പൊരി വെയിലത്ത് കിടക്കുന്ന സമയങ്ങളിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് കത്തോട്ട് കയറുവാണെങ്കിൽ ഇത്രയും ചൂടെടുത്ത് നമ്മുടെ ദേഹം പൊള്ളത്തില്ലല്ലോ. അതൊരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സിവിക്കിൻ്റെ വിശേഷങ്ങൾ. അടുത്തൊരു വാഹനത്തിൻ്റെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.